പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ പുറത്തേക്ക് വരുന്ന വാർത്തകൾ അത്ര സുഖകരമല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുതിയ സർക്കാർ ഏതുമാവട്ടെ, BLM കൂടെയുണ്ട്. പുതിയ സർക്കാരിന് ആശംസകൾ. രാജ്യത്തെ ഏറ്റവും വലിയ മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, എല്ലാവർക്കും ഭവനം, BLMന്റെ ലക്ഷ്യം. ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP പ്രവർത്തകർക്ക് നേരെ വ്യാപകമായ ഒരു ആക്രമണം പശ്ചിമ ബംഗാളിൽ നടന്നിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസ് BJP പ്രവർത്തകനെ അതിക്രൂരമായി ആക്രമിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. പശ്ചിമ ബംഗാളിൽ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് തന്നെ വ്യാപകമായ ആക്രമണങ്ങളാണ് തൃണമൂൽ കോൺഗ്രസ് BJP പ്രവർത്തകർക്ക് നേരെ അയച്ചുവിട്ടത്. അങ്ങനെ പലതരത്തിൽ അവിടെ BJP പ്രവർത്തകർക്ക് നേരെ ആക്രമണം നടക്കുന്നു എന്നൊരു വാർത്ത ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തതാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെയും അതോടൊപ്പം തന്നെ വോട്ടെടുപ്പിന്റെയും വിവിധ ഘട്ടങ്ങളിൽ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരും BJPയും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങളെത്തി. അതായത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനായിട്ട് തൃണമൂൽ കോൺഗ്രസ് പലതരത്തിലുള്ള ഒരു നീക്കങ്ങൾ നടത്തിയപ്പോഴാണ് അവസാനമായി BJP പ്രവർത്തകർ തന്നെ അവരെ തൃണമൂൽ നേതാക്കളെ ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി. അതായത് തൃണമൂൽ കോൺഗ്രസ്സുകാരെ BJPയെ വലിയ രീതിയിൽ ആക്രമിക്കുന്ന ഒരു സാഹചര്യം എത്തിയപ്പോഴാണ് പിടിച്ചു നിൽക്കാൻ വേണ്ടി തിരിച്ചൊരടി എന്ന രീതിയിൽ BJPയും ഒരു ആക്രമണം നടത്തിയത്. നിലവിൽ കുമാർഗഞ്ചിലെ BJP സ്ഥാനാർത്ഥി ശിവേന്ദു സർക്കാരിനെ ഒന്നാം ഘട്ട പ്രചാരണവുമായി ബന്ധപ്പെട്ട് TMC പ്രവർത്തകർ ആക്രമിക്കുന്ന ഒരു വാർത്ത അന്ന് തന്നെ പുറത്തേക്ക് വന്നതാണ്. ഇദ്ദേഹത്തെ പിന്തുടർന്ന് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു. കൂടാതെ അൻസൻസോളിയിൽ BJP നേതാവ് അഗ്നിമിത്ര പോളിന്റെ വാഹനം ആക്രമണികൾ തകർക്കുന്ന ഒരു കാഴ്ചയും കണ്ടു. അതായത് ആക്രമികൾ വലിയ മാരകമായ ആയുധങ്ങൾ അതോടൊപ്പം തന്നെ വലിയ കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് വാഹനങ്ങൾ അടിച്ചു തകർത്തത്. അതായത് ഒരു പോളിംഗ് ബൂത്തിലെ വോട്ട് നില വിലയിരുത്തിയ ശേഷം തിരിച്ചു മടങ്ങുകയായിരുന്നു അഗ്നിമിത്ര. ആ അഗ്നിമിത്രയുടെ വാഹനമാണ് ഒരു സംഘം തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കൾ ആക്രമിച്ചതെന്നാണ് പുറത്തേക്ക് വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. കൊൽക്കത്തയിലെ റീജിയണൽ പാർക്ക് പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ BJP നേതാവിന് ഇപ്പോൾ ആക്രമണം ഉണ്ടായി എന്നൊരു വാർത്തയാണ് വരുന്നത്. ബംഗുറൂസിലെ ഇദാസിൽ BJP സ്ഥാനാർത്ഥി നിർമ്മൽ ധാരയുടെ പ്രചാരണത്തിനിടെ ഉണ്ടായ സംഘർഷത്തിലാണ് അന്ന് ഒരു കുട്ടി ഉൾപ്പെടെ പരിക്കേറ്റിരുന്നു. നിലവിൽ ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, അതായത് പശ്ചിമ ബംഗാളിൽ രണ്ടാം ഘട്ട പോളിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് നാദിയയിലെ പോളിംഗ് ബൂത്തിന് സമീപം BJP പ്രവർത്തകനെയാണ് തൃണമൂൽ ഗുണ്ടകൾ ഇപ്പോൾ അതിക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തിയത്. ആ BJP പ്രവർത്തകന്റെ നില ഇപ്പോൾ ഗുരുതരമായി തന്നെ തുടർന്നു. അദ്ദേഹത്തെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു എന്നാണ് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. വോട്ട് ചെയ്യാൻ എത്തുന്നവരെ ഭയപ്പെടുത്താനും പോളിംഗ് ബൂത്തുകൾ പിടിച്ചെടുക്കാനും BJP നേതാക്കളെ ആക്രമിക്കാനും തൃണമൂൽ കോൺഗ്രസ് ഒരു നീക്കം നടത്തുന്നു. അവർക്ക് ചുക്കാൻ പിടിക്കുന്നതാകട്ടെ മമതയുടെ പോലീസാണ്. NIA വരെ ഇറക്കുന്നു, അതോടൊപ്പം തന്നെ അർദ്ധസൈനിക വിഭാഗത്തെ ഇറക്കുന്നു. ഈ സംഭവം നടന്നതോടുകൂടി വലിയ രീതിയിൽ തന്നെ അർദ്ധസൈനിക വിഭാഗം ലാത്തി ഉൾപ്പെടെ ചാർജ് നടത്തിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കൂടാതെ തൃണമൂൽ കോൺഗ്രസിനെ അടക്കം സൈനികർ അറസ്റ്റ് ചെയ്യുന്ന ഒരു നീക്കത്തിലേക്ക് കാര്യങ്ങളെത്തി. ബംഗാളിലെ മണ്ണിൽ ദേശീയത മുറുകെ പിടിക്കുന്നവരെയും ജനാധിപത്യ വിശ്വാസികളെയും ഉന്മൂലനം ചെയ്യുക, അല്ലെങ്കിൽ അവരെ എന്നേക്കുമായി ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കാനുള്ള ഒരു നീക്കമാണ് മമതയുടെ ഗുണ്ടകൾ പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇതെല്ലാം ഉണ്ടാകുമെന്നും മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ആഭ്യന്തര മന്ത്രാലയം തന്നെ അവിടെ വലിയൊരു കമ്പനി അർദ്ധസൈനികരെ പശ്ചിമ ബംഗാളിലേക്ക് നിയോഗിച്ചത്. എന്നാൽ ഇതിനെ എങ്ങനെയെങ്കിലും അട്ടിമറിക്കാനായിട്ട് തൃണമൂൽ നേതാക്കൾ അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് അല്ലെങ്കിൽ മമതയും തന്നെ BJP നേതാക്കളെ തിരഞ്ഞുപിടിച്ച് ആക്രമിച്ച് തെരഞ്ഞെടുപ്പ് എങ്ങനെയെങ്കിലും നിർത്തിവെക്കാനുള്ള ഒരു നീക്കം മമതയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അതീവ ശക്തമായി തന്നെ BJP നേതാക്കൾ തൃണമൂൽ കോൺഗ്രസിനെതിരെ തിരിച്ചടിക്കുന്ന ഒരു കാഴ്ച ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്.